മറ്റൊരു കാര്യം, ഈ വിശ്വാസത്തിന്റെ അളവ് ദ്രവ്യാഗ്രഹം കുറയ്ക്കും. ദ്രവ്യാഗ്രഹം എന്ന പാപം നമ്മുടെ അകത്ത് വന്നാൽ വിശ്വാസം കുറയും. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എന്റെ കയ്യിൽ പണമിരിക്കുന്നതും ദൈവത്തിന്റെ കയ്യിൽ പണമിരിക്കുന്നതും ഒരുപോലെ. എന്റെ കയ്യിൽ നല്ല വിശ്വാസമുള്ള മനുഷ്യന്റെ കയ്യിൽ പണമിരിക്കുന്നതും ദൈവത്തിന്റെ കയ്യിൽ പണമിരിക്കുന്നതും ഒരുപോലെ. തക്ക സമയങ്ങളിൽ കിളിവാതിലുകൾ തുറക്കപ്പെടും. ഹല്ലേലൂയ. ഒരു വാക്യം വായിച്ചാട്ടെ, 1 തിമോഥെയോസ് 6-ാം അധ്യായം 10-ാം വാക്യം വായിച്ചാട്ടെ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും, വീണ്ടും വായിച്ചാട്ടെ, ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദ്രവ്യാഗ്രഹം അകത്ത് വന്നു കഴിഞ്ഞാൽ വിശ്വാസം വിട്ട് ഉഴന്നു പോകേണ്ടി വരും. ഇത് വിശ്വാസത്തെ കുറിച്ച് ചില കാര്യങ്ങൾ മാത്രമാണ്. ഹല്ലേലൂയ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസത്താൽ നമുക്ക് ദുഷ്ടന്റെ തീയമ്പുകളെ തകർക്കുവാൻ കഴിയും. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് ഇത് വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. വിശ്വാസം എന്ന പരിച. ഒരു പടയാളി മുൻപിൽ പിടിക്കുന്നത് എന്താണ്? പരിച. ഒരു പടയാളിക്ക് നേരെ എന്ത് പാഞ്ഞു വരുന്നുണ്ട്? തീയമ്പുകൾ പാഞ്ഞു വരുന്നുണ്ട്. ശത്രുവിന്റെ ഉദ്ദേശം എന്താണ്? എങ്ങനെയെങ്കിലും ഈ പടയാളിയെ നശിപ്പിക്കണം, തകർക്കണമെന്ന പ്ലാനോടുകൂടി തീയമ്പുകൾ, വിഷഅമ്പുകൾ അവൻ എന്ത് ചെയ്യാണ്? പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് എയ്യുകയാണ്. എന്നാൽ ഈ മുമ്പിൽ നിൽക്കുന്ന പരിച അതിനെയൊക്കെ തകർക്കുകയാണ്. ഏതാണ് പരിച? വിശ്വാസമാകുന്ന പരിച. മുമ്പിൽ പരിച പിടിക്കുന്നവർക്കായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവരത്തെ യഥാർത്ഥ ഭടന്മാർ. ഹല്ലേലൂയ. അവരെ തകർക്കുവാൻ ഒരു ദുഷ്ട പിശാചിന്റെ തീയമ്പുകൾക്കും ഒരു സംശയത്തിനും ഒരു പുതുദോഷത്തിനും ഒരു ആക്രമണത്തിനും കഴിയുകയില്ല. കരങ്ങളെ ശക്തിയോടെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെ കെടുക്കുവാൻ കഴിയുന്ന വിശ്വാസം. ഒരു കാര്യം ഇടയ്ക്ക് പറഞ്ഞോട്ടെ, നമ്മുടെ അകത്തെ മനുഷ്യന്റെ നിലവാരം അനുസരിച്ചാണ് നമ്മുടെ പുറത്തെ മനുഷ്യൻ അനുഗ്രഹം പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നിന്റെ പുറത്തെ മനുഷ്യനും ബലമുള്ളവനാണ്. അതിലുപരി നിന്റെ പുറത്തെ മനുഷ്യൻ എത്ര അധികം വലുതാണെങ്കിലും അല്ലെങ്കിൽ പൊക്കവും വണ്ണമൊക്കെ ഉള്ളതാണെങ്കിലും നിന്റെ അകത്തെ മനുഷ്യൻ ബലഹീനനാണെങ്കിൽ ചെറിയ പനി മതി നീ തകർന്നു പോകാൻ, ചെറിയൊരു ദുഃഖം മതി നീ തകർന്നു പോകാൻ. ഹല്ലേലൂയ. വിശ്വാസമുള്ളവൻ പറയും, പോടാ പിശാചേ, എൻ്റെ ദൈവം വലിയവനാ, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പോടാ പിശാചേ, നിന്റെ കീമാവേല എൻ്റെ അടുത്ത് നടക്കുകയില്ല, നിന്റെ പ്രവർത്തനങ്ങൾ, നിന്റെ ഭീഷണികൾ എൻ്റെ അടുത്ത് നടക്കുകയില്ല. എനിക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ പുറത്തു കൊണ്ടൊരു ദൈവമുണ്ട്, എന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അഭിഷക്തന്മാരെ തുടരുതെന്ന് വാക്കു പറഞ്ഞ് കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ സൂക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങളെ ശക്തിയോടെ ചേർത്തടിച്ചാട്ടെ. ഹല്ലേലൂയ. വിശ്വാസം മുന്നിൽ നിൽക്കട്ടെ. സംശയമല്ല മുന്നിൽ, വിശ്വാസം മുന്നിൽ പരിചയമായിട്ട് നിൽക്കട്ടെ. ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട വിഷയം. വിശ്വാസമില്ലാത്ത സ്ഥലത്ത് യേശുവിന് പോലും പ്രവർത്തിക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. നമുക്കറിയാം യേശു ആരാണ്? ദൈവത്തിന്റെ സ്വന്തം പുത്രൻ, ഏകപുത്രൻ. എന്നാൽ വിശ്വാസമില്ലാത്ത സ്ഥലത്ത് യേശുവിനും പ്രവർത്തിക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. വായിച്ചാട്ട വേദഭാഗം, മത്തായി സുവിശേഷം 13-ാം അധ്യായം 58-ാം വാക്യം.
അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികളെ ചെയ്തില്ല. ഹല്ലേലൂയ. അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വലിയ വീര്യപ്രവൃത്തികൾ ചെയ്തില്ല. ഒരു ദിവസം യേശു പിതൃനഗരത്തിലേക്ക് വരുവാനിടയായി. പല സ്ഥലങ്ങളിലും അത്ഭുതം ചെയ്യുന്ന യേശു, രോഗികളെ സൗഖ്യമാക്കുന്ന യേശു, ഹല്ലേലൂയ, കുരുടർക്ക് കാഴ്ച കൊടുക്കുന്ന യേശു, മുടന്തരെ നടക്കുമാറാക്കിയ യേശു, മരിച്ചവനെ എഴുന്നേൽപ്പിക്കുന്ന യേശു. അത്ഭുതം ചെയ്യാൻ വേണ്ടി എവിടെ വന്നു? പിതൃ. അവര് പറഞ്ഞടാ, ഇവനാരാ? ഇവൻ അച്ഛന്റെ മോനല്ലേ? ഇവന്റെ അമ്മയുടെ മക്കൾ അങ്ങോട്ട് പോയില്ലേ? യോസേ, യൂദാ, ഇവരൊക്കെ അങ്ങോട്ട് പോയില്ലേ? തേരാപ്പാര നടക്കുന്നില്ലേ? പിന്നെ ഇവൻ എന്ത് ചെയ്യാനാ? അവരവനെ അവിശ്വസിച്ചു. അവിടെ വലിയ വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ യേശുവിന് പോലും കഴിഞ്ഞില്ല. ചില ജീവിതങ്ങളെ വിടുവിച്ചിട്ട് വേഗത്തിൽ ആ പട്ടണം വിട്ട് മടങ്ങിപ്പോകുവാനിടയായി. കാഴ്ചപ്പാടേറ്റെടുത്താണ്. വിശ്വാസമില്ലാത്ത ഭവനങ്ങളിൽ, വിശ്വാസമില്ലാത്ത സഭയിൽ, വിശ്വാസമില്ലാത്ത വ്യക്തി ജീവിതങ്ങളിൽ യേശുവിന് പോലും ഒന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. കരങ്ങളെ ചേർത്തടിച്ചാണ്. എന്നാൽ വിശ്വാസമുള്ള ഭവനങ്ങളിൽ, വിശ്വാസമുള്ള കുടുംബങ്ങളിൽ, വിശ്വാസമുള്ള വ്യക്തികളിൽ യേശുവിന്റെ വീര്യപ്രവർത്തികൾ വെളിപ്പെട്ട് വരികയാണ്. അന്നെന്ന പോലെ ഇന്നും വെളിപ്പെട്ട് വരികയാണ്. കമാൺ, കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. പലരും പറയുന്നൊരു കാര്യമുണ്ട്, വിശ്വാസത്തെ കുറിച്ച് ഫാക്ട് പറയാൻ പോവാം. പലരും ചോദിക്കുന്നത് എന്താ പാപം? പാപത്തെ കുറിച്ച് ഒരു ഡെഫിനിഷൻ പറയാം. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തങ്കശ്ശേരിയിൽ ഒരു പരസ്യയോഗത്തിന് വേണ്ടി ചെല്ലുവാനിടയായി. അന്ന് ഞാൻ പ്രാസംഗികനല്ല, അവരെ കൂടെ പോയതാണ്. പരസ്യയോഗത്തിന് വേണ്ടി മൈക്കെല്ലാം ഫിറ്റ് ചെയ്തു. പ്രസംഗിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹം ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം, എന്താ പാപം? വാസ്തവത്തിൽ ആ പാസ്റ്റർ വളരെ വിഷമിച്ചു കേട്ടോ. ഉത്തരം പറയാൻ വളരെ വിഷമിച്ചു. കാര്യം മദ്യപാനം ആ പാപം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ നോക്കും. ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ അവര് അതിനനുസരിച്ച് അവിടെ പ്രതികരിക്കും. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. വളരെ വേഗത്തിൽ അവിടുന്ന് മാറിപ്പോകുവാനിടയായി. എന്നാൽ പാപത്തെ കുറിച്ച് വ്യക്തമായ ഡെഫിനിഷൻ ബൈബിൾ പറയുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെ എന്താ? പാപം. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. റോമാലേഖനം 14-ാം അധ്യായം 23-ാം വാക്യം. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നു എങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് കൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെ എന്താണ്? പാപമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൽ മുന്നോട്ട് പോയാലുള്ള ചില അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഹൃദയമാകുന്ന മാംസപ്പലകയിൽ എഴുതിയെടുത്താണ്. വിശ്വാസത്താൽ നീതീകരണം സംഭവിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ അനുഗ്രഹം. ഹല്ലേലൂയ. ഓരോ വ്യക്തിക്കും ആഗ്രഹം എന്താണ്? നീതീകരിക്കപ്പെടുക. നീതീകരിക്കപ്പെട്ടാൽ ആരായിത്തീരും? നീതിമാന്മാരായി മാറും. മാന്യത കിട്ടിയാൽ മാന്യന്മാരായിട്ട് മാറും. അതുപോലെ നല്ലത് കിട്ടിയാൽ നല്ലവരായിട്ട് മാറും. അതുപോലെ ഹല്ലേലൂയ, നീതീകരണം കിട്ടിയാൽ നീതിമാന്മാരായി തീരാം. നീതിമാന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, മറുപടി നൽകും. ഹല്ലേലൂയ. റോമാലേഖനം 3-ാം അധ്യായം 26-ാം വാക്യത്തിന് പ്രകാരം പറയുന്നു, ദൈവം നീതിമാനും ഹല്ലേലൂയ പുത്രനിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകുന്നു. റോമാലേഖനം 3-ാം അധ്യായം 26-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലർക്കും തങ്ങൾ നീതിമാന്മാരാണോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഒറ്റ ചോദ്യം ചോദിക്കുന്നു, നീ യേശു കർത്താവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. യേശു നിനക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ മരിച്ചു. പാപത്തെയും മരണത്തെയും പിശാചിനെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റുവെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ദൈവപുത്രൻ തെളിയിച്ചവനെ നീ വിശ്വസിക്കുന്നുവോ?
നീ ആരാണ്? നീതിമാനാണ്. എങ്ങനെ? പിതാവായ ദൈവം നിന്നെ നീതീകരിച്ചത് കൊണ്ട്. കരങ്ങളെ ശക്തിയോടെ ചേർത്തടിച്ചാണ്. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം നീതീകരണം. 2, പൂർണ്ണമായ സൗഖ്യം വിശ്വാസത്തിന്റെ മറ്റൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. മലകളെ നീക്കുന്ന വിശ്വാസം. ഹല്ലേലൂയ. ഒരു കാര്യം ഇടയ്ക്ക് പറഞ്ഞോട്ടെ, നിങ്ങളുടെ അകത്ത് ഒരു വലിയ വിശ്വാസമുണ്ടായാൽ അത് കണ്ട് യേശു പോലും അതിശയിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ശതാധിപൻ യേശുവിന്റെ അടുക്കൽ വന്നു. അവൻ പറഞ്ഞു, നീ എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ്. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്. ഞാൻ ഒരുവനോട് വരാൻ പറഞ്ഞാൽ അവൻ വരും, പോകാൻ പറഞ്ഞാൽ പോകും, ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെയ്യും. കാര്യം എനിക്ക് എന്തുകൊണ്ട്? അധികാരമുണ്ട്. അവൻ പറഞ്ഞതാണ്, എനിക്ക് ഇത്രയും അധികാരമുണ്ടെങ്കിൽ ഓ സർവശക്തനെ നിനക്ക് എത്രയധികം അധികാരം. കരങ്ങളെ ചേർത്തടിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ ഞാൻ ഒരുത്തനോട് പറയുമ്പോൾ വരുന്നുവെങ്കിൽ, പോകാൻ പറയുമ്പോൾ പോകുന്നുവെങ്കിൽ, ഇത് ചെയ്യാൻ പറയുമ്പോൾ ചെയ്യുമെങ്കിൽ, സകലത്തെയും സൃഷ്ടിച്ച നിനക്ക് എത്ര അധികം അധികാരമുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മൾ അകത്തോട്ട് കയറണം കേട്ടോ. ഹല്ലേലൂയ. പോലീസിന് അധികാരമുണ്ട്, കോടതിക്ക് അധികാരമുണ്ട്, ഗവൺമെന്റിന് അധികാരമുണ്ട്. എന്നാൽ പരിമിതികൾ ഒരുപാടുണ്ട്. 5 വർഷത്തേക്ക്, ചിലപ്പോൾ 55 വർഷത്തേക്ക്, ചിലപ്പോൾ മരണം വരെ. ഹല്ലേലൂയ. എന്നാൽ അതിനൊക്കെ ഉപരിയായിട്ട് സർവശക്തിയുള്ള ദൈവത്തിന് എത്ര അധികം അധികാരമുണ്ട്. പെട്ടെന്ന് പ്രവർത്തിപ്പാൻ, പെട്ടെന്ന് കരം പിടിച്ചുയർത്തുവാൻ, പെട്ടെന്ന് ഉണർവയക്കുവാൻ, പെട്ടെന്ന് ഉദ്ധരിക്കുവാൻ, പെട്ടെന്ന് സൗഖ്യമാക്കുവാൻ, പെട്ടെന്ന് വിടുവിക്കുവാൻ ദൈവത്തിന് അധികാരമുണ്ട്. വിശ്വാസം അകത്തേക്ക് നിറയട്ടെ. Come on, have faith in God. Hallelujah. പൂർണ്ണമായി സൗഖ്യമാക്കുവാൻ യേശുവിന് അധികാരമുണ്ട്. ഹല്ലേലൂയ. അവന്റെ മറുപടി, ആ ശതാധിപന്റെ മറുപടി കേട്ട് യേശു പോലും അതിശയിച്ചു. അങ്ങനെ എഴുതിയിട്ടുണ്ട്. യേശു എന്ത് ചെയ്തു? അതിശയിച്ചു. ഓ, വലിയ വിശ്വാസം. നീ വിശ്വാസത്താൽ നിറഞ്ഞാൽ യേശു അത് കണ്ട് അതിശയിക്കും. യേശുവിനെ അതിശയിപ്പിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ഉടമയായി നീ മാറ്റപ്പെടട്ടെ. കരങ്ങളെ ശക്തിയോടെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ അനുഗ്രഹം. 1, നീതീകരണം. 2, പൂർണ്ണമായ സൗഖ്യം. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ ദേവദാസനെ. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ, അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ, അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും, അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. ആ വാക്യം കേട്ടോ നിങ്ങൾ? നിങ്ങൾ അറിയുകയും കാണുകയും എന്ന് പറഞ്ഞാല് നിങ്ങൾ വർഷങ്ങൾ കൊണ്ട് കാണുന്ന കാഴ്ചയല്ലേ ഈ മനുഷ്യൻ. 40-ലധികം വയസ്സുള്ള ഈ മനുഷ്യൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ തെണ്ടക്കാരനായിട്ട്, എഴുന്നേക്കാൻ കഴിവില്ലാതെ, നടക്കാൻ കഴിവില്ലാതെ, മറ്റുള്ളവരായി ചുമക്കപ്പെടുന്നവനായിട്ട്, ഒരു നിന്ദിക്കപ്പെട്ടവനായിട്ട്, അടിമത്തങ്ങൾ കിടക്കുന്ന കാഴ്ച നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്നതല്ലേ. എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസത്താൽ ഇപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ചിരിക്കുകയാണ്. യേശുവിനുള്ള വിശ്വാസത്താൽ അവൻ സൗഖ്യം പ്രാപിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ കാര്യം നിന്നെ നോക്കി അനേകർ പറയുവാനിടയാകട്ടെ. ഹല്ലേലൂയ. ഓ, നീ കണ്ടതല്ലേ അവൻ വർഷങ്ങളായിട്ട് അനുഗ്രഹം ലഭിക്കാതെ ബന്ധനങ്ങളിൽ തകർച്ചകളിൽ കിടക്കുന്നത് നീ കണ്ടതല്ലേ. ഇപ്പോൾ യേശുവിൽ വിശ്വസിച്ചപ്പോൾ അവൻ ഇതാ വിടുതൽ പ്രാപിച്ചിരിക്കുന്നു എന്ന് ലോകം പറയട്ടെ. കരങ്ങളെ ചേർത്തടിച്ച് ഒരു ഗതിയും പരഗതിയുമില്ലാതെ തെണ്ടി നടന്നത് നിങ്ങൾ കണ്ടതല്ലേ. ഇന്ന് നോക്ക്, യേശുവിനെ അറിഞ്ഞപ്പോൾ യേശു അവനെ വിടുവിച്ചു, യേശുവിനെ ഉയർത്തി, യേശുവിനെ മാനിച്ചു, യേശുവിനെ ഉദ്ധരിച്ചുവെന്ന് ലോകം പറയട്ടെ, ലോക ജനത പറയട്ടെ. അപ്രകാരം വിശ്വാസ കാതുകളാൽ കേൾക്കുന്നവർ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ.